Respected teachers and my dear friends, a warm good morning to all. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് സെമിനാർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബോൾ പിസ്റ്റൺ എൻജിൻ. ഇതിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ, ഡിസൈൻ ഫീച്ചേഴ്സ്, മെറ്റീരിയൽ സെലക്ഷൻ, വർക്കിംഗ് ഓഫ് എൻജിൻ, ലൂബ്രിക്കേഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻ, കൺക്ലൂഷൻ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദ ബോൾ പിസ്റ്റൺ എൻജിൻ ഈസ് ആൻ റോട്ടറി എൻജിൻ ദാറ്റ് യൂസ് ടു ഇന്റർവൈൻഡിങ് റോട്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ. അതായത് പിസ്റ്റണിന് പകരം രണ്ട് ഇന്റർവൈൻഡിങ് റോട്ടേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ എ സ്ഫെറിക്കൽ പിസ്റ്റൺ റൊട്ടേറ്റ്സ് ഇൻ കമ്പഷൻ വിത്ത് എ സ്ഫെറിക്കൽ ഹൗസിംഗ് whereby the rotational axes incline towards each other slightly. Spherical housing വെച്ചാണ് spherical pistons rotate ചെയ്യുന്നത്. In this way strokes are created within the rotational system, generating periodic volumetric changes in the working chamber adjacent to the dividing wall. ഇതിൽ പിസ്റ്റൺസിന് പകരം രണ്ട് ഇന്റർവൈൻഡർ മോട്ടോഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ഫെറിക്കൽ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് സ്ഫെറിക്കൽ പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് ചാമ്പറിൽ പീരിയോഡിക് വോളിയോമെട്രിക് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ റൊട്ടേഷണൽ സിസ്റ്റം വഴി ആണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അടുത്തതായി മോഡ് ഓഫ് ഓപ്പറേഷൻ. ദ ബോൾ പിസ്റ്റൺ റോളിംഗ് ഓൺ ആൻ എസെൻട്രിക് ട്രാക്ക്. The ball exerts tangential force on the cylinder walls which turns the rotor. The useful power is available at the rotor output shaft. The compression chamber are within the spinning rotor chamber, porting for intake compression power, and exhaust stroke is achieved by passage of the chamber top across an internal stator with appropriate feeds as the rotor spins. അതായത് ബോൾ പിസ്റ്റൺ എൻജിൻസ് ഒരു എക്സെൻട്രിക് ട്രാക്കിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞാൽ ഇതിന് ആവശ്യമായിട്ടുള്ള പവർ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ തന്നെ ലഭ്യമാണ്. അതുപോലെ തന്നെ കംപ്രഷൻ ചാമ്പറും ഇതിനോടൊപ്പം തന്നെ കറങ്ങുന്നുണ്ട്. അതായത് ഡിസൈൻ ഫീച്ചേഴ്സ്. ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദ ന്യൂ ഡിസൈൻ ഈസ് കൺട്രോൾ ഫോർ ആൻ ഇന്റേണൽ കമ്പഷൻ എൻജിൻ. ദാറ്റ് ഈസ് എ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ്സ് വിത്തിൻ എ സിലിണ്ടർ ആൻഡ് വിത്ത് പോർട്ടിംഗ് ഇംപ്ലിമെന്റ്സ് ദ ഫോർ സ്ട്രോക്ക് ഓഫ് ദ ഓട്ടോ സൈക്കിൾ. However, there are a number of features that make this engine design favorable for high efficiency and emission control. The porting required for four-stroke operation is achieved with no additional moving parts and no valve train losses. ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ പോർട്ടിംഗ് ഉപയോഗിച്ച് ഓട്ടോ സൈക്കിൾ ുള്ള എല്ലാ സ്ട്രോക്കും കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻജിൻ ഡിസൈനിന് ഫേവറബിളായിട്ട് ഹൈ എഫിഷ്യൻസിയും അതുപോലെ തന്നെ എമിഷൻ കൺട്രോളുമാണ്. അടുത്തത് മെറ്റീരിയൽ സെലക്ഷൻ. എ സീരീസ് ഓഫ് ടെസ്റ്റ് ടു ക്യാരക്ടറൈസ് friction and wear of various materials in a simulated ball piston engine compressor were performed to aid in selection of production materials. Another goals of the test was to explore the machine could run without lubrication. If unlubricated operation was not possible, test with instrumentation would be used to confirm the operation of the machine and the resulting internal goals. Friction at conventional piston ring, piston pin and connecting rod, crankshaft bearing are eliminated.
The rotors or stator bearing is of a gas or fluid hydrostatic type, so friction is very low at that site. ഇതിൻ്റെ അനദർ ഗോൾസ് എന്താണെന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഈ ലൂബ്രിക്കേറ്റഡ് ഓപ്പറേഷൻ വാസ് നോട്ട് പോസിബിൾ. അടുത്തത് വർക്കിംഗ് ഓഫ് എൻജിൻ, അത് സക്ഷൻ സ്ട്രോക്ക്. Beginning at top dead center TDC at 0 degree rotation, the stator intake passage is open to the cylinder and a fuel or air charge is pulled into the cylinder as the ball piston move radially outward for the first 90 degree of rotation. അതായത് നമ്മുടെ സാധാരണ എൻജിൻ നടക്കുന്ന പോലെ തന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ ഫസ്റ്റ് സെക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കും. അടുത്തത് കംപ്രഷൻ സ്ട്രോക്ക്. Then the intake passage is closed off and the ball reverses radial direction for the next 90 degree of rotation, during which the time the new charge is compressed. അതായത് ഇൻടേക്ക് പാസേജ് ക്ലോസ് ആവും, അടുത്ത 90 ഡിഗ്രിയിൽ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആവുകയും ചെയ്യുന്നു. അടുത്തത് പവർ സ്ട്രോക്ക്. Just past 180 degree rotation, the compressed charge is ignited as the cylinder port passes a small igniter port. Compression ensures and high compression pressure pushes radially outward on the ball piston for the next 90 degrees of rotation. The ball in turn pushes tangentially on the cylinder wall because of the slope of the eccentric ball track, which is now allowing the ball to move radially outward. The tangential force produces useful torque on the rotor. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ ഇഗ്നിഷൻ കൊടുക്കുകയും അവിടെ ഒരു കംപ്രഷൻ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് പിസ്റ്റണെ ഔട്ട്വാർഡ് ഡയറക്ഷനിൽ പുഷ് ചെയ്യുകയും അപ്പോൾ നെക്സ്റ്റ് 90 ഡിഗ്രി കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നു. അടുത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്. At 270 degree of rotation, the spent combustion charge is allowed to escape through exhaust passage as the cylinder port is uncovered. Exhaust is expelled as the ball moves radially inward for the next 90 degree of rotation. Then the cycle repeat. അതായത് സിലിണ്ടർ പോർട്ട് വഴി എക്സോസ്റ്റ് പാസേജിലൂടെ കംപ്രഷൻ ചാർജ് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ പ്രവർത്തനം പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് വർക്കിംഗ് ഓഫ് ബോൾ പിസ്റ്റൺ എൻജിൻ. അടുത്തത് ലൂബ്രിക്കേഷൻ. As is the case with a standard 4-stroke engine, an oil bath is situated behind the piston, which in turn is fitted with oil scraper rings. Here, attention must merely be paid to ensuring that the oil gathers externally because of the rotation. In fact, if outlet ports are placed in this area for the oil, an oil pump can be potentially dispensed. Otherwise, oil that is pumped into the center also carries heat from the interior to the exterior, which in turn can be utilized for cooling purpose. അതായത് സ്റ്റാൻഡേർഡ് 4-സ്ട്രോക്ക് എൻജിൻ്റെ പിസ്റ്റൻ്റെ ബാക്കിലായിട്ടാണ് ഓയിൽ സെറ്റ് ചെയ്യുന്നത്. അത്
സ്ക്രാപ്പർ റിങ്സ് വഴിയാണ് ലൂബ്രിക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ കൂളിംഗ് പർപ്പസിനാണ് മെയിനായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ബോൾ പിസ്റ്റൺ എഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ്: ദ സ്ട്രോക്ക് മാഗ്നിറ്റ്യൂഡ് ആൻഡ് റേറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സ്ട്രോക്ക് in cycle so that it provides the possibility of converting more energy to the shaft power by gather expansion during the power stroke. It has ability to complete any even numbers of strokes per revolution in single rotation for rotor. There is no much moving parts in the ball piston engine, thus the power output at the shaft is high. In this engine, the frictional losses are low and independent of operating speed is in compared to conventional piston engine. അതായത് ഇതിൻ്റെ ഒരു സിംഗിൾ റൊട്ടേഷനിൽ തന്നെ ഈവൻ നമ്പർ ഓഫ് റെവല്യൂഷൻ സൈക്കിൾ ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് മറ്റു മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന പവർ ഹൈ ആയിരിക്കും. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷണൽ ലോസും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഓപ്പറേഷൻ സ്പീഡും ഒരു കൺവെൻഷൻ പിസ്റ്റണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലോ ആയിരിക്കും. അടുത്തതായി ഡിസഡ്വാൻറ്റേജസ്: ഫ്ലോ ഈസ് ചോക്ക് ഡ്യൂറിങ് കംപ്രഷൻ ഡ്യൂ ടു ഹൈ പ്രഷർ ഡിഫറൻഷ്യൽ ആൻഡ് സ്മാൾ ക്ലിയറൻസ് ഏരിയ. The friction and wear at the ball piston or cylinder wall sliding interface. അടുത്തത് leakage through the ball piston or cylinder gap is a significant factor for engine efficiency at low speed. അതായത് ഇതെന്താ വെച്ചാൽ ഹൈ പ്രഷർ കൊണ്ട് ഈ സൈക്കിള് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബോൾ പിസ്റ്റണിനും സിലിണ്ടറിനും തേയ്മാനം വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ബോൾ പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെയും ഗ്യാപ്പ് കൂടെ ഓയിൽ ലീക്കേജസും ഉണ്ടാകും. അത് അപ്ലിക്കേഷൻസ്: ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു കംപ്രസർ. The multiple cylinder ball piston engine can be applied to pump or motor. It can be applied to engine. The bulk advanced two-stroke ball piston engine can be applied to land mower, standard motorcycle and car, and also for racing cars. അതായത് ഇത് എന്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ മോട്ടോർ കംപ്രസറിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 3 സിലിണ്ടർ ബോൾ പിസ്റ്റൺ എൻജിൻ പമ്പിലും മോട്ടോറിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ സാധാരണ എൻജിനിലും നമുക്ക് ഈ ബോൾ പിസ്റ്റൺ എൻജിൻ യൂസ് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് 2-സ്ട്രോക്ക് എൻജിൻ, അതുപോലെ തന്നെ റേസിംഗ് കാറ്, ലാൻഡ് മൂവർ, പിന്നെ മോട്ടോർ സൈക്കിൾ എന്നീ വണ്ടികളും നമുക്കിത് യൂസ് ചെയ്യാനാണ്. അടുത്തതായിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണ്. The ball piston engine has potential for achieve higher efficiency than piston internal combustion engine. In addition, subscale test has shown that critical leakage and friction characteristics are consistent with the design assumption. The new design concept can be immediately applied to compressor and pump applications in parallel with further engine development. The material selection has been done in anticipation of additional subscale tests to extend the range of speed and duration of
സിമുലേറ്റഡ് ഓപ്പറേഷൻ. അതായത് എന്താണ്, ഇതിന് ഈ ബോൾ പിസ്റ്റൺ എഞ്ചിന് ഹൈ എഫിഷ്യൻസി ആയതുകൊണ്ട് എന്താണ് ഇതിന് ലീക്കേജും അതുപോലെ തന്നെ ഫ്രിക്ഷനൊക്കെ കൂടുതലായതുകൊണ്ട് ഇത് അധികമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് ന്യൂ ഡിസൈൻ, അതായത് ഇതിൻ്റെ പുതിയ ഡിസൈന് കംപ്രസറിലും പമ്പിലും എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബോൾ പിസ്റ്റൺ എഞ്ചിന് റേഞ്ച് ഓഫ് സ്പീഡ് കൂട്ടിയിട്ട് അഡ്വാൻസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായി എന്ന് തോന്നുന്നു. താങ്ക് യു.